ദാ ഈ കാണണം കേട്ടോ മറ്റമ്മച്ചിയുടെ വീട്. ഇതാണ് മാമലക്കണ്ടം. അപ്പോൾ എൻ്റെ നാട്. ഇപ്പോഴെന്നല്ല പണ്ടേ എനിക്ക് എൻ്റെ നാട് ഭയങ്കര അഭിമാനമാണ്, ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സമാധാനമാണ്. അപ്പം ഞങ്ങളൊരു സമാധാനത്തിനൊക്കെ വേണ്ടി ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഓടി ഓടി വന്നൊരു സ്ഥലമാട്ടോ. വേറെ എവിടെ ട്രിപ്പ് പോണേക്കാളും ഞങ്ങൾക്ക് സന്തോഷം കിട്ടുന്നൊരു സ്ഥലമാട്ടോ മാമലക്കണ്ടം. അപ്പോൾ വന്ന വഴിയായിട്ടായി കുറേ ശംഖുപുഷ്പം മറ്റമ്മച്ചടുത്ത് ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മളെപ്പോഴും ഇത് പറിക്കും വെള്ളം തിളപ്പിക്കാനായിട്ട്. അപ്പോൾ അത് പറിച്ചേട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കൊത്തി നുറുക്കി നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ശംഖുപുഷ്പം നമ്മളിവിടെ അടുപ്പിൻ്റെ സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ലിവർ നമ്മൾ ഫ്രൈ ആക്കി കൊണ്ടുവന്നു, ഇവിടെ വന്നിട്ട് അത് കറിയാക്കി കേട്ടോ. നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് കുറേയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നുണ്ടായിരുന്നു. മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ പാറപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ ഇവിടെ കള്ളൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അതൊക്കെയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ഇവരൊക്കെ കഴിക്കുന്നുണ്ട്. ഞങ്ങൾ കപ്പയും കറിയൊക്കെ ആയിട്ട് കഴിക്കുന്നുണ്ട്. ഇത് ഭയങ്കര രസമുള്ളൊരു കാര്യമാട്ടോ, ഭയങ്കര സന്തോഷമാണോ എനിക്കറിയില്ല. നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വെച്ചിട്ട് സന്തോഷമായിട്ടിരിക്കാൻ പറ്റിയ കുറച്ച് സമയമാണ് ഇത്. ഇവിടെ ഉള്ളൊരു ചേമ്പിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടൊരു ചെടിയാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര രൂപ കൊടുത്ത് നമ്മൾ ഓരോന്നും മേടിക്കണേ, അതിന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ലാഭം. ഇച്ചോട്ടൻ ഇവിടെ ശരണം വിളിച്ചാണ് കേട്ടോ മല കയറുന്നത്. ഇതാ പിന്നെ ഈ ഒരു പാറ കണ്ടോ, ആ പാറ ഇപ്പോൾ വീഴുമെന്ന് ഓർത്തിരുന്ന് പണ്ട് ഞങ്ങൾ ഒത്തിരി പേടിച്ചൊരു സംഭവമായിരുന്നു കേട്ടോ. പിന്നെ ഈ മഴത്തുള്ളി, ഇതും നമ്മൾ പണ്ട് സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇതിങ്ങനെ പറിച്ച് ഞങ്ങൾ ഈ മലമണ്ടയിൽ നിന്ന് നടന്നിട്ടോ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് 4ാം ക്ലാസ് വരെ. ഭയങ്കര രസമായിരുന്നു അന്നേരമൊക്കെ. ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ മിസ് ചെയ്യുക. എനിക്കിത് ഫുൾ നെസ്റ്റ്യുമാണ്. ഇത് പിന്നെ നമ്മുടെ ആട്ടുകാൽക്കിഴങ്ങെന്ന് പറഞ്ഞ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഞങ്ങൾ കുരങ്ങൻ പച്ച എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, സ്ലേറ്റ് മായ്ക്കാൻ. പിന്നെ ഞങ്ങളിതേ മല കയറിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ പെട്ടെന്ന് മടുക്കൂട്ടോ, കാരണം ഇപ്പോൾ ഇതിൽ വരാറില്ലല്ലോ, ഇരുന്നാണ് പോണേ. പിന്നെ നമ്മുടെ കാക്കപ്പൂ കേട്ടോ. അപ്പോൾ ഇത് അധികം അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ, ഇവിടെ വന്നപ്പോഴാട്ടോ ഇതിങ്ങനെ കാണുന്നത്. വീടുകളിലൊക്കെ നട്ട് വളർത്തുന്നതൊക്കെ ഉണ്ടെങ്കിലും ഈ കളറിലുള്ളതൊക്കെ ഇങ്ങനെ പാറപ്പുറത്തൂടെയൊക്കെ നിൽക്കുന്ന കേട്ടോ ഭംഗി. അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ നമ്മുടെ പഴയ വിശേഷങ്ങളൊക്കെ പറഞ്ഞാട്ടോ ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കണേ. ഏറെക്കുറെ നമ്മൾ നമ്മുടെ പറമ്പെത്താറായി. ഈ പുല്ലിൻ്റെ അടുത്ത് ഇതിനോട് അടുത്താട്ടോ നമ്മുടെ സ്ഥലം. അപ്പോൾ ഇപ്പോൾ വീടൊന്നും ഇല്ല, അവിടെ പറമ്പ് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ വിശേഷങ്ങളൊന്നും ഇപ്പോൾ തീരില്ല കേട്ടോ. ഈ പുല്ല് നമ്മൾ മറ്റേ പെരയടിക്കാൻ വേണ്ടി പുൽച്ചൂലുണ്ടാക്കില്ലേ, പുൽച്ചൂലിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതൊക്കെയാണ്. നിറച്ചുണ്ട് ഇവിടെ. ബാക്കി വിശേഷം നാളെ പറയാം. ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ സമയം കഴിഞ്ഞു.